ഹരേകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗ്യം, ദൈവാനുഗ്രഹം. ഭാഗ്യവശാൽ പലവിധ നേട്ടങ്ങളും, ധനലാഭ നേട്ടം, ആ ധനലാഭത്തിലൂടെ മറ്റുള്ള പലവിധ നേട്ടങ്ങളും വരുവാനുള്ള മാർഗങ്ങൾ, നിത്യ ഉപയോഗത്തിനും നിത്യ ചെലവിനും ഒരുപാട് പണങ്ങൾ വേണം. ആ പണത്തിനായിട്ടുള്ള നെട്ടോട്ടത്തിലായിരിക്കും എല്ലാവരും. ആ നെട്ടോട്ടത്തിനിടയിൽ ഒരുപാട് ഭാഗ്യക്കേടും ഒരുപാട് ഭാഗ്യക്കുറവും അതുപോലെ ഭാഗ്യമുള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. ജാതകവശാൽ ചില ആളുകൾക്ക് നല്ല സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യഥാക്രമേണ അവർക്ക് അനുകൂലപരമായിട്ടുള്ള സമയം നടന്നുകൊണ്ടിരിക്കും. കണ്ടകശനിയോ കണ്ടകവ്യാഴനോ അങ്ങനെയുള്ള എന്തെങ്കിലും ചാരവശാൽ വരുന്ന ഗ്രഹപ്പിഴകൾ എന്ന് പറയാം. ഗ്രഹപ്പിഴകൾ എന്ന് വെച്ച് പറഞ്ഞപ്പോൾ കണ്ടകശനി, 10ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനി, ജന്മത്തിൽ നിൽക്കുന്ന കണ്ടകശനി. കണ്ടകം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 അതാണ് കണ്ടകം എന്ന് പറയുന്നത്. ജന്മം പറഞ്ഞാൽ 1, 4, 7, 10 അതിന് കണ്ടകം എന്ന് പറയുന്നത്. ഈ ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ എല്ലാം കണ്ടകം തന്നെയാണ്. പക്ഷെ ശനിക്ക് മാത്രം കണ്ടകശനി എന്ന പേര് വീണു. കണ്ടക വ്യാഴം, അതുപോലെ തന്നെ വ്യാഴത്തിനും കണ്ടക വ്യാഴം എന്ന് പറയാറുണ്ട്. മിക്കവാറും അങ്ങനെ പറയാറില്ല, പക്ഷെ കണ്ടക വ്യാഴം എന്ന് തന്നെ പറയണം. അപ്പോൾ ശനി മറ്റേ കണ്ടക ശനിയായിട്ട് തന്നെ വ്യാഴ ശനി, കണ്ടക ശനി, അഷ്ടമശനി അങ്ങനെയുള്ള ശനികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് നടന്നുപോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെയും പ്രതീക്ഷകൾ ഇന്നോ നാളെയോ മറ്റന്നാളോ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാധിക്കാൻ വേണ്ടി, ആഗ്രഹ സാഫല്യം നടക്കാൻ വേണ്ടി ഒരുപാട് കാലമായി, ചിരകാലമായി നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മോഹങ്ങൾ പോവടിയാനായി അങ്ങനെയുള്ള പലവിധ ഘട്ടത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ശുഭകാലങ്ങൾ, നല്ല സമയങ്ങളുണ്ട്, ചീത്ത സമയങ്ങളുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആ സത്യാവസ്ഥയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പലവിധ ഭാവങ്ങളുണ്ടാവും, ചിന്തകളും ഉണ്ടാവും, അതുപോലെ തന്നെ മോഹങ്ങളുണ്ടാവും. മോഹങ്ങൾ ഉണ്ടെങ്കിൽ, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, മോഹവും ആഗ്രഹവും രണ്ടും ഒന്ന് തന്നെയാണ്. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ. കുന്നോളം ആഗ്രഹിച്ചാലേ കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുമ്പോൾ വേണ്ടുവോളം ആഗ്രഹിക്കുക എന്ന് പറയും. ചിലവരുടെ ആഗ്രഹം മിതമായിട്ടുള്ള ആഗ്രഹമായിരിക്കും, ചിലവർക്ക് മഹാ ആഗ്രഹമായിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹം എല്ലാം നടക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സമയങ്ങളുണ്ട്. സമയം എന്ന് വെച്ച് പറഞ്ഞാൽ ശുഭമുഹൂർത്തം തന്നെ എന്ന് പറയാം. ശുഭമുഹൂർത്തത്തിലാണ് ഓരോരോ നല്ല നല്ല സംഭവങ്ങൾ നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹമാകട്ടെ, ഒരു ഭവനം വയ്ക്കുന്നതാവട്ടെ, ഗൃഹപ്രവേശമാവട്ടെ, ഒരു പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതാകട്ടെ, സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരുന്നതാകട്ടെ, ആഭരണങ്ങൾ വന്നു ചേരുന്നതാകട്ടെ, അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുകയാകട്ടെ, TV, അതുപോലെ അലമാര, കട്ടിൽ. പണ്ട് കാലങ്ങളിലെല്ലാം TV ഉണ്ടായിരുന്നില്ല, പക്ഷേ അലമാരിയും കട്ടിലും ഉണ്ടായിരുന്നു. ചില വീടുകളിലെല്ലാം ഈ കട്ടിലും അലമാരിയും ഇല്ലാത്ത അവസ്ഥകളുണ്ടായിരുന്നു. ഇന്ന് അലമാരിയും കട്ടിലും ഇല്ലാത്ത വീടുകളില്ല എന്നാണ് പറയാം. അപ്പോൾ അതെല്ലാം ഒരു ആഗ്രഹം മൂലമാണ് ഞങ്ങൾക്ക് എല്ലാം കിട്ടിയത്. ഇപ്പോൾ ഒരു തറയിൽ കിടന്നുകൊണ്ടിരുന്ന ആളുകളെല്ലാം കട്ടിലിലേക്ക് മാറി. അതുപോലെ പഴയ കാലത്തെല്ലാം മരപ്പെട്ടിയിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നതും ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ അലമാര രൂപത്തിലായി. പണ്ട് കാലത്തെല്ലാം മരത്തിലായിരുന്നു അലമാര ഉണ്ടായിരുന്നത്, പിന്നീട് അത് സ്റ്റീലിലായി. അതുപോലെ ഇപ്പോൾ വന്നിട്ട് ഫർണിച്ചറിലും മറ്റുള്ളതിലും അതുപോലെ തന്നെ കബോർഡ് വർക്കിലും അലുമിനിയം ഫാബ്രിക്കേഷനുമുള്ള അലമാരകൾ, വിധമായിട്ടുള്ള അലമാരകൾ വന്നു. പണം സൂക്ഷിക്കുവാനും വസ്ത്രം സൂക്ഷിക്കുവാനും അങ്ങനെ രഹസ്യമായിട്ടുള്ള പലതും സൂക്ഷിക്കുവാനുള്ള അറകളും മറ്റുള്ളതും വന്നു. അങ്ങനെയുള്ള ആഡംബരപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇപ്പോൾ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഡംബരപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെല്ലാം പണം വേണം, ധനം വേണം, ഇതിനെല്ലാം ഭാഗ്യം വേണം, നല്ല സമയങ്ങൾ വേണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മകീരം, തിരുവാതിര, പുണർദം. മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രം അല്ലെങ്കിൽ കൂറ് എന്ന് പറയുമ്പോൾ ഇതിനെ കൂറിലേക്ക് പോവുകയാണ്. അപ്പം ഇതിലേക്ക് കൂറിലേക്ക് പോകുമ്പോൾ 10ാം ഭാവത്തെയാണുണ്ട്, കണ്ടക വ്യാഴമുണ്ട്. ജന്മത്തിൽ, അതായത് ഈ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമുണ്ട്. അപ്പോൾ രണ്ടും ദോഷം തന്നെയാണ്. അപ്പോൾ സമയം കുറച്ച് മന്ദഗതിയിലേ പോവുകയുള്ളൂ എന്നുള്ളത് അനുഭവിച്ചറിയുകയും ചെയ്യും, എല്ലാം അറിയും.
പക്ഷെ നമ്മുടെ ജാതകത്തിൽ വളരെ ശുഭസമയമായിട്ടുള്ളതെങ്കിൽ ഈ കണ്ടക വ്യാഴം കണ്ടക ശനിയുടെ അഭാവം അത്രയ്ക്കണ്ട് ബാധിക്കില്ല എന്നുള്ളതാണ്. അതേസമയം ജാതകത്തിലെ അപഹാരത്തിന് ദോഷ സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കണ്ടക വ്യാഴം കണ്ടക ശനിയും ശരിക്കും അത് അനുഭവത്തിൽ വരും എന്നാണ് പറയാം. അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ തൊഴിലിൽ മന്ദത, തൊഴിൽ മെല്ലെപ്പോക്ക്, തൊഴിലിനനുസരിച്ചുള്ള വരുമാനക്കുറവ്, അതുപോലെ തന്നെ സ്ഥാനഭ്രംശങ്ങൾ, കടബാധ്യതകൾ, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പലവിധ ഇതും വരും. പക്ഷെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് ശുഭ സമയം എന്നൊന്നുണ്ട്, അല്ലെങ്കിൽ ശുഭ മുഹൂർത്തം എന്നൊന്നുണ്ട്, അല്ലെങ്കിൽ നല്ല ദിവസങ്ങൾ. ഓരോരും പറയും ഇന്നേക്ക് നല്ല ദിവസമായിരുന്നു, ഇന്നത്തെ പോലെ നാളെയും ആയാൽ മതിയായിരുന്നു, ഇന്നേക്ക് പൊട്ട ദിവസമായിരുന്നു, അയ്യോ ഇന്നത്തെ ദിവസം കടന്നുപോയത് ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയും. അങ്ങനെയുള്ള ഒരു സമയത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ജൂലൈ മാസത്തിൽ മിഥുന രാശിക്കാർക്ക് അല്ലെങ്കിൽ മിഥുന കൂറുകാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തീയതികളാണ് 18, 19, 20. 18, 19, 20 എന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയുള്ള ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പഞ്ചാംഗ പ്രകാരവും അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്രപാദങ്ങൾ വെച്ചിട്ട് മകീരത്തിൻ്റെയും തിരുവാതിരത്തിൻ്റെയും പുണർത്തിൻ്റെയും നക്ഷത്രപാദങ്ങൾ വെച്ച് കണക്കിലെടുത്ത് ഗണിച്ച് നോക്കി അത് കണക്കാക്കിക്കൊണ്ട് അവർക്ക് ശുഭ സമയങ്ങൾ വരുന്നത് ഏതാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് എടുത്ത ഡേറ്റുകളാണ് 18, 19, 20. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവ സമ്പത്ത് പറയുമ്പോൾ അനുഭവമാണ് എല്ലാം ഇതിന് സാക്ഷിയായിട്ട് നിൽക്കുന്നത്. സംഭവിച്ചാലേ സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞു വെച്ചാൽ അന്നേക്ക് എന്നത്തെയും പോലെ ആയിരിക്കില്ല ദിവസങ്ങൾ. കാരണം വെച്ചാൽ പറഞ്ഞാൽ കുറച്ച് മാറി മറിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ശുഭഫലങ്ങൾ കിട്ടുന്ന ദിവസം, ശുഭവാർത്തകൾ കേൾക്കുന്ന ദിവസം, എന്തെങ്കിലും നല്ല സാധനങ്ങൾ കയ്യിൽ വരുന്ന ദിവസം. നല്ല സാധനങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നല്ലൊരു മൊബൈലാവാം, അല്ലെങ്കിൽ ആഭരണമാവാം, അല്ലെങ്കിൽ ഭാഗ്യവശാൽ ധനമാവാം, അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം, പ്രതീക്ഷിക്കാത്ത ധനം എന്ന് കൈവിൽ വരിക എന്ന് പറയും. അതായത് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അവർ വന്ന് പണം കൊണ്ട് കൊടുക്കുക, പിടിച്ചോളൂ മറ്റേ അതിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോഴായിരിക്കും പ്രതീക്ഷിക്കാതെ പണം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കിട്ടാനുള്ള കടം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് കിട്ടുന്നുള്ളത്, അത് കിട്ടുവാനുള്ള ദിവസം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കുറികൾ, ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് കുറേ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ പല നൂലാമാലകളും കൊണ്ട് എപ്പോൾ കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ദിവസം 18, 19, 20 എന്ന ദിവസങ്ങളിൽ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യവശാൽ ധനം, ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ ഒരു മായാലോകത്തിലാണ് ഇപ്പോൾ കേരളം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോട്ടറി എടുക്കാത്തവരായിട്ട് അധികം ചുരുക്കപ്പേരേ ഉണ്ടാവുള്ളൂ. വമ്പൻ ആൾക്കാർ മാത്രമേ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള കോടിക്കണക്കിനുള്ള ലോട്ടറികളുണ്ട്. അങ്ങനെയുള്ള ലോട്ടറികൾ ഓൺലൈനായിട്ട് എടുക്കും. ഇപ്പോൾ നമ്മുടെ കേരള ലോട്ടറി അതുപോലെ ഓൺലൈനിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേട്ടറിവ്. അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരും കച്ചവടം ചെയ്യുന്നവരും അങ്ങനെയുള്ളവർക്ക്, അതുപോലെ ദിവസം വരുമാനമായിട്ടുള്ളവർക്കും, ദിവസം കച്ചവടം ചെയ്യുന്നവർക്കും, മാസ വരുമാനമുള്ളവർക്കും, ആഴ്ച വരുമാനമുള്ളവർക്കും എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകപരമായിട്ടുള്ളത്. ഇപ്പോൾ ദിവസ കച്ചവടക്കാർക്കാണെങ്കിൽ ധനലാഭം കൂടുതലായിട്ടും തൊഴിൽ നല്ല മൂവിങ് ഉണ്ടാവും. അതായത് 2-3 ദിവസം തൊഴിൽ വളരെ മോശമായിരുന്നു, പക്ഷേ ഇന്നേക്ക് കുഴപ്പമില്ല, ഇതേമാതിരി നാളേക്കും കുഴപ്പമില്ലാത്ത മാതിരിയായിരുന്നു എന്ന് ചിന്തിക്കുന്നതും. പിന്നെ പല മുഹൂർത്തങ്ങൾ, ഇപ്പം നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ വെച്ചുകൊണ്ട് നമ്മൾ ഒരു മൊബൈൽ വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സ്വർണ്ണാഭരണം എടുക്കാൻ പോവുകയാണ്, ഒരു വാഹനം വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭൂമി വാങ്ങിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അത് ഭൂമി നോക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു മുഹൂർത്ത സമയങ്ങൾ എന്ന് തന്നെ പറയാം. നല്ല ദിവസങ്ങൾ എന്ന് പറയാം. അതായത് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ആകുന്നില്ല, ഈ നക്ഷത്രക്കാരുടെ കാര്യം അറിയണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ഇവർക്ക് അനുയോജ്യപരമായിട്ടുള്ള ദിവസങ്ങളായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റും, നല്ല ശുഭവാർത്തകൾ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ചൂണ്ടിരിക്കുന്ന ചില റിസൾട്ടുകളുണ്ടാവും. റിസൾട്ട് വന്നു വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷാദികളിൽ എഴുതിയിട്ട് അതിൻ്റെ ഫലം വന്നോ എന്ന് അറിയാനും, അതുപോലെ തന്നെ PSC ടെസ്റ്റുകളെല്ലാം എഴുതിയിരിക്കുന്നവർക്ക് ലിസ്റ്റിൽ പേര് വന്നോ എന്ന് അറിയാനും, അല്ലെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അറിവ് വന്നോ എന്നറിയാനും, വിദേശകാര്യ സംബന്ധമായിട്ടുള്ള രേഖകൾ എന്തെങ്കിലും വിസയോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററോ ജോലി ഓഫറോ അങ്ങനെയുള്ള ഏതെങ്കിലും ലെറ്റർ വന്നോ എന്നുള്ളത് അറിയാനോ,
എന്തെങ്കിലും അസുഖങ്ങൾക്കായിട്ട് എന്തെങ്കിലും ടെസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്നോ എന്നുള്ളത് അറിയാനും അങ്ങനെയുള്ള ഒരുപാട് റിസൾട്ടുകൾ കാത്തിരിക്കുന്ന റിസൾട്ട് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും അറിയുന്ന ദിവസം എന്ന് പറയാം. അറിയുന്ന ദിവസം പറഞ്ഞാൽ അത് പോസിറ്റീവായിരിക്കും അന്നേക്ക് അറിയുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കണക്കാക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാനും എടുക്കേണ്ടതാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും മിണ്ടിയും പറയാനും അല്ലെങ്കിൽ ഓരോരോ വാക്ക് പറയാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് പറയാം നാളെ പറയാം. ഇപ്പോൾ പ്രണയിക്കുന്നവരായിക്കോട്ടെ അവർക്ക് പ്രണയം എങ്ങനെ പറയും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവും. അപ്പോൾ അതിനെ ഇന്ന് പറയാം നാളെ പറയാമെന്ന് കൂട്ടിക്കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം നീങ്ങിപ്പോകുന്നത് അറിയില്ല. അങ്ങനെയുള്ള സമയങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ദിവസങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് കൂടുതലും വരാം. എല്ലാം ശരിയാവണമെന്നില്ല, പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ നക്ഷത്ര പ്രകാരം ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്കും ഭർത്താവിനും ആകാം എതിർ ദിശയിൽ, അതായത് ഇതേ ഓപ്പോസിറ്റ് ദിശയിൽ കെട്ട ദിവസങ്ങളും വരാം, ചീത്ത ദിവസങ്ങളും വരാം. ആ ചീത്ത ദിവസങ്ങൾ വരുന്ന ഭർത്താവിന് ഭാര്യയ്ക്ക് വരികയാണെങ്കിൽ അവരുടെ നക്ഷത്രത്തിന്റെ ഈ നെഗറ്റീവ് എനർജി ഇതിനെ കുറച്ച് ബാധിക്കും, ഇതിന്റെ പോസിറ്റീവ് എനർജി അവർക്കും കുറച്ച് ബാധിക്കും. അപ്പോൾ ഗുണദോഷ മിശ്രമായിട്ട് പോകും എന്നുള്ളത് പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒന്നും കിട്ടിയില്ലാലോ എന്നുള്ളൊരു ആശങ്ക വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗുണദോഷ മിശ്രമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ കല്യാണം കഴിയാത്തവരായിക്കോട്ടെ, വിവാഹം കഴിയാത്തവരായിക്കോട്ടെ, കുട്ടികളും മക്കളും ഇല്ലാത്തവരായിക്കോട്ടെ, അപ്പോൾ അച്ഛനമ്മമാരുടെ നക്ഷത്രഫലങ്ങൾ അടിസ്ഥാനപരമായിട്ടായിരിക്കും അങ്ങനെ വരാനുള്ള സാധ്യത. മിക്കവാറും അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കുള്ളൂ. എന്നിരുന്നാലും അത് കറക്റ്റായിട്ട് വരുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ജാതക പരിശോധന, വിവാഹ മുഹൂർത്തത്തിനെല്ലാം ജാതകം അല്ലെങ്കിൽ വിവാഹത്തിന് നിൽക്കുന്ന ജാതകം എല്ലാം നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും നക്ഷത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റായിട്ട് എടുക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്തിലാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ രണ്ടാൾക്കും നല്ല ഉചിതപരമായിട്ടുള്ള സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പല ഉറപ്പാണ് എന്നുള്ളത് സത്യമാണ്. അങ്ങനെയുള്ള സത്യപരമായിട്ടുള്ള ഓരോരോ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ദിവസങ്ങളായിട്ടാണ് 18, 19, 20 മിഥുനക്കൂറുകാർക്ക് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ യാത്ര കൊണ്ടൊന്നും ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന് ചിന്തിക്കുന്നവരും പല രേഖകളും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള രേഖകളും മറ്റുള്ളതും ഒന്നും നടക്കാത്ത കാര്യം ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു രാശിയാണ് മിഥുന രാശി. ആ മിഥുന രാശിക്കുള്ള കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 18, 19, 20 എന്ന ദിവസം കുറച്ച് മാറ്റം ഉണ്ടാവുന്നതിൽ യാതൊരു സംശയമില്ല. നമസ്കാരം.